ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏത് പാഠം പഠിച്ചു കഴിഞ്ഞത്? പൂക്കാലം അല്ലെ? പൂക്കാലം എഴുതിയതാരാണ്? കുമാരനാശാൻ അല്ലെ? കുമാരനാശാന്റെ പുഷ്പവാടി എന്ന് പറയുന്ന കവിതയിലെ ഒരു ഭാഗമായിരുന്നു പൂക്കാലം. പ്രകൃതിയിലെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന വസന്തകാലത്തെയാണ് കവി ആ കവിതയിൽ വർണ്ണിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കഥയാണ്, അറബിക്കഥ. നിങ്ങൾ ഗ്രീക്ക് പുരാണങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഗ്രീക്ക് പുരാണത്തിൽ ഒരു കഥ പഠിച്ചു. ആ കഥയുടെ പേരെന്താണ്? ആയത്തെ ചിലന്തി. ആയത്തെ ചിലന്തിയിൽ രാജ്ഞിയുടെ അഹങ്കാരത്തിന്റെ കഥയായിരുന്നു അതിനുണ്ടായിരുന്നത്. ഇന്ന് പഠിക്കുന്ന അറബിക്കഥ 1001 രാവുകൾ എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ്. 1001 രാവുകൾ എന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് ഇന്ത്യയും ചീനയും ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഭരിച്ചിരുന്ന ഷെഹരിയാർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തന്റെ ഭാര്യയിലെ വിശ്വാസവഞ്ചന തോന്നിയ രാജാവ് തന്റെ രാജ്ഞിയെ കൊല്ലുകയാണ്. രാജ്ഞിയെ കൊന്നിട്ടും ദേഷ്യം തീരുന്നില്ല. അദ്ദേഹം ഓരോ കന്യകമാരെയും വിവാഹം ചെയ്യുകയും ആദ്യ രാത്രിയിൽ തന്നെ ആ കന്യകയെ കൊല്ലുകയും ചെയ്തിരുന്നു. അവസാനം മന്ത്രിപുത്രിയെ വിവാഹം ചെയ്തു. മന്ത്രിപുത്രിയാണെങ്കിൽ ഭയങ്കര കർമ്മശാലിയും ബുദ്ധിശാലിയുമായിരുന്നു. അവൾ ഓരോ കഥകൾ പറഞ്ഞു കൊടുത്ത് രാജാവിന്റെ മനസ്സിനെ മാറ്റിയെടുത്തു. 1001 ദിവസം കഥകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാജാവിന് ഈ കഥകൾ ഇഷ്ടമായതിനു ശേഷം അദ്ദേഹം കൊല്ലുക എന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി ജീവിക്കുക എന്ന രീതിയിലേക്ക് തിരിച്ചു വരാൻ ഈ രാജ്ഞിയുടെ കഥകൾക്ക് സാധിച്ചു. അവളുടെ കഥകളെല്ലാം അവിടെയുള്ള എഴുത്തുകാരെല്ലാം വിളിച്ചു വരുത്തി അവരെ കൊണ്ട് എഴുതിപ്പിച്ചു, രാജഖജനാവിലെ സൂക്ഷിച്ചു. അതിന്റെ പ്രസിദ്ധീകരണങ്ങൾ പിന്നീട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് അറബി കഥകൾ അഥവാ 1001 കഥകൾ, 1001 രാവുകൾ എന്ന രീതിയിൽ പുറമെ പ്രചരിച്ച കഥകൾ. നമുക്ക് പഠിക്കാനുള്ളത് കഥയുടെ പേരാണ് അറബിക്കഥ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. എടുത്താം. പേജ് നമ്പർ 20, പാഠം 6, അറബിക്കഥ. വളരെ പണ്ട് ബാഗ്ദാദിൽ ദരിദ്രനും അതേസമയം ദയാലുമായ ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. വളരെ പണ്ട്, കുറെ മുന്നായിരുന്നു കേട്ടോ. പണ്ട് ബാഗ്ദാദിൽ, ബാഗ്ദാദ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിന്റെ തലസ്ഥാനമാണ് ബാഗ്ദാദ്. അവിടെ ദരിദ്രനാണ്, അതേസമയം ദയാലുവാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. ഉമ്മർ എന്നായിരുന്നു അവന്റെ പേര്. അവന്റെ പേരെന്താണ്? ഉമ്മർ. എവിടെയാണ് ഈ കഥ നടക്കുന്നത്? ബാഗ്ദാദിൽ. കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് ഉപജീവനം നടത്തി വന്ന ഉമ്മർ അന്ധയായ മാതാവിനോടൊപ്പം സുഖമായി താമസിച്ചു വരികയായിരുന്നു. എന്താണ് നമ്മൾ പറയുന്നത്? അവന്റെ അമ്മ അന്ധയാണ്. അന്ധ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ കഴിയാത്തവൾ. കണ്ണ് കാണാത്തതാണ് അമ്മ. അപ്പൊ അമ്മയും മകനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവന്റെ ജോലി എന്ന് പറഞ്ഞത് എന്താണ്? കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് വിറക് നാട്ടിൽ വിൽക്കുക, അതുകൊണ്ട് ജീവിക്കുകയായിരുന്നു ഉമ്മർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. ഒരിക്കൽ കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറേ കുട്ടികൾ ഒരു പൂച്ചക്കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ട് അലിവ് തോന്നിയ ഉമ്മർ ആ പൂച്ചക്കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുറെ കുട്ടികൾ ഒരു പൂച്ചക്കുട്ടീനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ പാവം തോന്നി. അവൻ ആ പൂച്ചക്കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഉള്ള ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് അമ്മ ആ പൂച്ചയ്ക്കും കൊടുത്തു. അപ്പൊ അവര് കഴിക്കാൻ, അവർ ദരിദ്രരാണ്, പാവങ്ങളാണ്. ഇവൻ ഈ വിറക് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. എന്നാലും അവന്റെ ഉമ്മ കുറച്ച് ഭക്ഷണം ആർക്കും കൊടുത്തു, ആ പൂച്ചക്കുട്ടിക്കും കൊടുത്തു. പിറ്റേന്ന് ഇതുപോലെ ഒരു പട്ടിക്കുഞ്ഞിനെ അവന് കിട്ടി. പിറ്റേ ദിവസം അവന് എന്താ കിട്ടിയത്? ഒരു പട്ടിക്കുഞ്ഞിനെ കിട്ടി. അങ്ങനെ ആ വീട്ടിൽ 4 അംഗങ്ങളായി. 4 അംഗങ്ങൾ എന്നാൽ 4 വ്യക്തികളായി, 4 ആൾക്കാരായി. ആരാണ് ഈ 4 ആൾക്കാരെ? ഉമ്മർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവന്റെ അമ്മ, പിന്നെ ആദ്യം കിട്ടിയ ആരെയായിരുന്നു? പൂച്ചേനെ, പിന്നെ പട്ടിക്കുട്ടി. അങ്ങനെ 4 പേര് അവന്റെ വീട്ടില് ഉണ്ട്. 3-ാം ദിവസം ഒരു പാമ്പ് കുട്ടികളിൽ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ കൂടെ കൂടി. 5 ആൾക്കാരായിട്ടാണ്. പാമ്പിനെ കണ്ട് അവൻ ഒന്ന് ഞെട്ടിയെങ്കിലും പരമ കാരുണ്യവാനായ അല്ലാഹു തന്റെ രക്ഷയ്ക്ക് എത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ പാമ്പിനെയും എടുത്ത് അവൻ വീട്ടിലെത്തി. അപ്പൊ പാമ്പിനെ കണ്ടപ്പോ ഇവിടെ ഉമ്മറിന് പേടിയായി. പാമ്പല്ല, അതിനെ വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്ന് ഭയമായി. പക്ഷെ ഈശ്വരൻ തന്നെ രക്ഷിക്കും, അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടാവും, തനിക്ക് ഉപദ്രവമാവില്ല എന്ന വിശ്വാസത്തോടു കൂടി തനിക്ക് കിട്ടുന്ന ഒരു പങ്ക് അതിനെ കൊടുക്കാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ അതിനെ അഭയം കൊടുക്കാം എന്ന രീതിയിൽ നമ്മുടെ ഉമ്മർ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു.
അപ്പൊ അവന്റെ വീട്ടിൽ ഇപ്പൊ എത്ര ആൾക്കാരായി? 5 ആൾക്കാരായി. ആരൊക്കെയായിരുന്നു ഈ 5 പേര്? അപ്പോ ഉമ്മർ, അവന്റെ അമ്മ, പിന്നെയോ ആദ്യം കിട്ടിയത് ആരെയാണ്? പൂച്ചക്കുട്ടിയെ, പിന്നെയോ പട്ടിക്കുട്ടി, പിന്നെ പാമ്പ്. 5 പേര് നമ്മുടെ ഉമ്മറിന്റെ വീട്ടിലുണ്ട്. നമ്മുടെ കഥയിലെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഉമ്മർ. ഉമ്മറിന്റെ ജോലി എന്താണ്? കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുക. അപ്പോ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ അതിന്റെ ബാക്കി ഭാഗം ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ടെസ്റ്റ് 4ഓ 5ഓ പ്രാവശ്യം വായിക്കണം. നോട്ട്സ് എഴുതിയെടുക്കണം. പിന്നെ ടെസ്റ്റ് പേപ്പർ എഴുതണം. ഇത്രയും പറഞ്ഞുകൊണ്ട് മാം ഈ ഭാഗം വെച്ച് നമുക്ക് കഥ നിർത്തുകയാണ്. ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.